2018 ആഗസ്റ്റിൽ കേരളം 100 വർഷത്തിനിടയിൽ ഏറ്റവും വലിയ പ്രളയം നേരിട്ടു. കനത്ത മഴ കാരണം നദികൾ കരകവിഞ്ഞൊഴുകി മണ്ണിടിച്ചിലുകളും വലിയ നാശനഷ്ടങ്ങളും ഉണ്ടായി. 400-ലധികം പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. ലക്ഷക്കണക്കിന് ആളുകൾ തങ്ങളുടെ വീടുകൾ വിട്ടൊഴിയേണ്ടി വന്നു. ഈ ദുരന്ത സമയത്ത് സർക്കാർ സംവിധാനങ്ങൾ ചെറുതായി തോന്നിയപ്പോൾ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ വീരന്മാരായി മാറി. വിഴിഞ്ഞം, വൈപ്പിൻ, ആലപ്പുഴ തുടങ്ങിയ തീരദേശ ഗ്രാമങ്ങളിൽ നിന്നുള്ള 600-ലധികം മത്സ്യത്തൊഴിലാളികൾ അവരുടെ പരമ്പരാഗത വഞ്ചികൾ കൊണ്ടുവന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി. കടലിൽ ഉപയോഗിക്കുന്ന ഇവരുടെ വഞ്ചികൾ വെള്ളം നിറഞ്ഞ വീഥികളിലും നദികളിലും നിർഭയമായി നീങ്ങാൻ അനുയോജ്യമായിരുന്നു. സജി എന്ന 42 വയസ്സുള്ള മത്സ്യത്തൊഴിലാളിയാണ് അവരിലൊരാൾ. വൈപ്പിനിൽ നിന്ന് വന്ന അദ്ദേഹം സുഹൃത്തുക്കളോടൊപ്പം തന്റെ വഞ്ചി ട്രക്കിൽ കെട്ടിവെച്ച് 100 കിലോമീറ്ററോളം അകലെയുള്ള ചെന്നൈയിലേക്ക് യാത്ര ചെയ്തു. സർക്കാർ അറിയിപ്പുകൾ ഒന്നും കാത്തില്ലാതെ അവർ നേരിട്ട് വെള്ളത്തിൽ ഇറങ്ങി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. ചെറിയ കുട്ടികൾ മുതൽ മൂപ്പന്മാരെയും മൃഗങ്ങളെയും വരെ അവരുടെ വഞ്ചിയിൽ സുരക്ഷിതമായി മാറ്റിയെടുത്തു. അത് അപകടകരമായിരുന്നെങ്കിലും അതിനേക്കാൾ അവർക്ക് സഹായം ആവശ്യമുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വഞ്ചിയുണ്ടായിരുന്നു, അതുമാത്രം ഞങ്ങൾക്ക് മാരഡ്, സജി പറഞ്ഞു. ഇങ്ങനെ ആ മത്സ്യത്തൊഴിലാളികൾ ഏകദേശം 70,000-ലധികം പേരെ രക്ഷപ്പെടുത്തി. പിന്നീട് സർക്കാർ ഇവരെ ആദരിച്ചു. ഇന്ന് അവർക്ക് കടലിന്റെ സേന എന്ന നിലയിൽ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്.